നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൽ ടീം ഇന്ത്യയോട് ഏറ്റുമുട്ടേണ്ട യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ടീം ഇന്ത്യ എ ടീമിനോട് പോലും പൊട്ടിയിരിക്കുകയാണ്. ഇന്ത്യ എ ടീമിനോട് അവരൊന്ന് പൊരുതി എന്നുള്ളത് ശരിയാണ്, പക്ഷേ 38 റൺസിൻ്റെ തോൽവി അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇന്ത്യ എ ടീമിൽ തിലക് വർമ്മ കളിച്ചു. അദ്ദേഹം ഇനി ഇന്ത്യൻ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എ ടീം നിശ്ചിത 20 ഓവറുകളിൽ 3 വിക്കറ്റിന് 238 റൺസ് അടിച്ചപ്പോൾ USA 19.4 ഓവറുകളിൽ 200 റൺസ് അടിച്ച് ഓൾ ഔട്ടായി 38 റൺസിന് അവർ പരാജയപ്പെട്ടു. ഇന്ത്യ എക്ക് വേണ്ടി പൊളിച്ചടുക്കിയ പ്രകടനമാണ് ജഗദീശൻ കാഴ്ചവെച്ചത്. ഓപ്പണറായി ഇറങ്ങിയ താരം 55 പന്തുകളിൽ നിന്ന് 11 ഫോറും 5 സിക്സറും അടക്കം 104 റൺസാണ് അടിച്ചു കൂട്ടിയത്. അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത പ്രിയാൻഷ് ആര്യ 13 പന്തുകളിൽ നിന്ന് 28 റൺസ് അടിച്ചു. വേൾഡ് കപ്പിന് ഇന്ത്യൻ ടീമിലുള്ള തിലക് വർമ്മ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് ഇതാ വാമപ്പ് മത്സരം കളിച്ചിരിക്കുന്നു. ഇന്ത്യ എ ടീമിന് വേണ്ടി 24 പന്തുകൾ നേരിട്ട താരം 3 ഫോറും 2 സിക്സും അടക്കം 38 റൺസാണ് അടിച്ചത്. ക്യാപ്റ്റനായ ആയുഷ് ബദോനി 26 പന്തുകളിൽ 6 ഫോറും 4 സിക്സും അടക്കം 60 റൺസ് അടിച്ച് പുറത്താകാതുന്നു. അങ്ങനെ ഒരു വമ്പൻ സ്കോർ 238 റൺസ് ഇന്ത്യ എ ടീം അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ USA ഭാഗത്ത് അവർക്കായിട്ട് വിക്കറ്റ് കീപ്പറായിട്ടുള്ള ആൻഡ്രീസ് ഗൗസ് മികച്ച പ്രകടനം നടത്തി. 31 പന്തുകളിൽ 5 ഫോറും 2 സിക്സറും അടക്കം അദ്ദേഹം 44 റൺസ് അടിച്ചു. അതേസമയം വെടിക്കെട്ട് പ്രകടനം 2 ഫോറും 4 സിക്സും അടക്കം അടിച്ചു കൂട്ടി 18 പന്തിൽ 41 റൺസാണ് സഞ്ജയ് കൃഷ്ണമൂർത്തി നേടിയിരിക്കുന്നത്. അദ്ദേഹം അതിവേഗം സ്കോർ ചെയ്തു. അതുപോലെ തന്നെ 9 പന്തിൽ 25 റൺസാണ് ഹർമീത് സിംഗ് അടിച്ചത്. 2 ഫോറും 2 സിക്സും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു. പിന്നെ മുഹമ്മദ് മൊഹ്സിൻ 10 പന്തുകളിൽ നിന്ന് 1 ഫോറും 2 സിക്സും അടക്കം 21 റൺസും അടിച്ചു. ഏതായാലും അവരൊടുവിൽ 200 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്ത്യ എ ടീമിന് വേണ്ടി രവി ബിഷ്ണോയി 4 ഓവറിൽ 37 റൺസിന് 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ഖലീൽ അഹമ്മദ് 3 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റ് എടുത്തു. നമാൻ ദിർ 0.4 പന്തുകൾ എറിഞ്ഞ്, അതായത് ഒരു ഓവർ കംപ്ലീറ്റ് ചെയ്തില്ല, 6 റൺസിന് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. ഏതായാലും ഇന്ത്യ എ ടീം 38 റൺസിൻ്റെ തകർപ്പൻ വിജയം USAക്കെതിരെ നേടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ USA സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വാമപ്പ് മത്സരം കൂടി വേൾഡ് കപ്പിന് മുമ്പുണ്ട്. അത് ഫെബ്രുവരി 5 ന്യൂസിലാൻഡിനെതിരെയാണ്. അത് കഴിഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന ദിനത്തിൽ ഇന്ത്യക്കെതിരെ ഫെബ്രുവരി 7 അവർ ആദ്യ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം കളിക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.